ശരണമന്ത്രങ്ങളുമായി പരമ്പരാഗത കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തർ പുണ്യദർശനത്തിനായി പോയി തുടങ്ങി. രാവിലെ 7:45 കൂടിയാണ് വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരെ ശബരിമല ദർശനത്തിനായി കടത്തിവിട്ടു തുടങ്ങിയത്. 350ഓളം അയ്യപ്പ ഭക്തരാണ് കാനനപാതയിലൂടെ കടന്നുപോകുന്നതിന് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പരമ്പരാഗത കാനനപാതയ്ക്ക് ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശരണമന്ത്രങ്ങളുമായി അയ്യപ്പ ഭക്തർ ശബരിമല ദർശനത്തിനായി പോയി തുടങ്ങി. ശ്രീ ധർമ്മശാസ്താവിന്റെ കാനനയാത്രയെ അനുസ്മരിക്കും വിധം വന്യമൃഗ സാന്നിധ്യത്തിന് നടുവിലൂടെ കൊടുംകാട് കടന്ന് അയ്യപ്പ ദർശനം നടത്തുക എന്നത് രുദ്രാക്ഷമണിഞ്ഞ ഏതൊരു അയ്യപ്പന്റെയും ആഗ്രഹമാണ്. ആയതിനാലാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ അയ്യപ്പ ഭക്തരെ കടത്തിവിടുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും കടുത്ത മൂടൽമഞ്ഞ് കാരണം 7:45 കൂടിയാണ് സത്രം വഴി അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കരുതലോടെയുള്ള സുരക്ഷയാണ് വനം വകുപ്പിന്റെ RRT ടീം ഒരുക്കിയിരിക്കുന്നത്. ആദ്യം കാനന സഞ്ചാരം നടത്തുന്ന അയ്യപ്പ ഭക്തർക്കൊപ്പം സുരക്ഷയ്ക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പുല്ലുമേട് വരെ എത്തിയിരുന്നു. പ്രത്യേക പൂജകളോട് കൂടിയാണ് കാനനപാതയിലൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത്. നന്നായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു 6:30 മണിക്ക് എത്തി. 7 മണിയായപ്പം കയറ്റി വിട്ടു. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധന മേഖലയായതുകൊണ്ട് നമ്മുടെ ഇരുന്ന പ്ലാസ്റ്റിക് എല്ലാം മാറ്റി അവർ വേറെ പേപ്പറിൽ പൊതിഞ്ഞു തന്നു. എല്ലാം നല്ല സൗകര്യമായിരുന്നു. നല്ല ഒരു ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ്. 30-35 വർഷം പമ്പ വഴിയാവുന്നുണ്ടിരുന്നത്. എത്ര തിരക്ക് വന്നാലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും പ്ലാസ്റ്റിക് മുക്ത കാനനപാത ദർശനമാണ് വനം വകുപ്പ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്നും പെരിയാർ കടുവാ സങ്കേതം വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ S. സന്ദീപ് പറഞ്ഞു. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കുടിവെള്ളം, പിന്നെ മെഡിക്കൽ സൗകര്യം, അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാനുള്ള വൈദ്യസഹായത്തിനുള്ള ഏർപ്പാട്, ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വന്യമൃഗ സാന്നിധ്യം നേരത്തെ മനസ്സിലാക്കി അതിനുള്ള വേണ്ടത്ര മുൻകരുതൽ എടുക്കുന്നതിനുള്ള ടീമുകളെ എല്ലാം തന്നെ നമ്മുടെ ഈ സത്രം മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ സ്ഥലത്തും വിന്യസിച്ചിട്ടുണ്ട്. പീരിമേട് MLA വാഴൂർ സോമൻ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജ്യോതിഷ് ഒഴാങ്കൽ എന്നിവർ കാനനപാതയിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി. വണ്ടിപ്പെരിയാർ സത്രത്തിൽ അയ്യപ്പ ഭക്തർക്ക് ആയുള്ള പഞ്ചായത്തിന്റെ ശൗചാലയങ്ങളും ശുചിമുറികളും ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മറ്റു വകുപ്പുകളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ കാനനപാത യാത്രയാണ് അയ്യപ്പ ഭക്തർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും പീരിമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. ഇന്നേ ദിവസം സത്രത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനകം 300-ലധികം സ്വാമിമാര് ഈ വഴി സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏത് കാലത്തെ അപേക്ഷിച്ചും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പുമെല്ലാം സർവസജ്ജമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. പാസ് എടുത്ത് സ്വാമിമാർക്ക് ഇതുവഴി പോകാവുന്നതാണ്. ഇവിടെ ആകെയുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായിട്ട് ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. അത് ഒഴിവാക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. KSRTC 2 ബസ് സർവീസ് സത്രത്തിലേക്ക് ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് നടപടികൾ നീക്കിവരികയാണ്. പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി 300-ലധികം അയ്യപ്പ ഭക്തരാണ് ആദ്യ ദിനത്തിൽ തന്നെ കടന്നുപോയത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാനനപാതയിൽ 7ഓളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത കാനനപാതയ്ക്ക് ശബരിമല മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകളാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.